ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ ചെറിയൊരു പരിപാടി ഉണ്ട് പിടിച്ചാലോ. രാവിലെ എണീറ്റ് ചായയും കടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. എണ്ണീറ്റ് ചെന്നിട്ട് നോക്കിയപ്പോൾ ഒരു സാധനവും ഇല്ല അടുക്കളയിൽ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കാലി. എന്നാൽ പിന്നെ അവലും പഴവും നനച്ച് നിന്നേക്കാന്ന് ചോദിച്ചപ്പോൾ അത് നോക്കിയപ്പോൾ അതുമില്ല. എന്നാൽ പിന്നെ അവലും പഴവും വാങ്ങാൻ വേണ്ടി നേരെ പുറത്തിറങ്ങിയപ്പോൾ കട ചെന്നപ്പോൾ അവലും ഉണ്ട് പഴവും ഉണ്ട്, തേങ്ങയില്ല. എന്നാൽ പിന്നെ നേരെ തിരിച്ചു വന്നിട്ട് പിന്നെ വണ്ടി എടുത്ത് നേരെ പുറത്തോട്ട്. ആൾ കുറേ നാണമൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാണമൊക്കെ ആളുടെ കാണുന്നത്. പിന്നെ അതും വാങ്ങി നേരെ വീട്ടിലെത്തി ആൾ ഭയങ്കര സഹായമാണ്. വാ കൊണ്ടുള്ള സഹായം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കൈകൊണ്ട് സഹായം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി അവിടെ ചായയും കുടിച്ചോണ്ടിരുന്നു. ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരുടെ കുറച്ച് കുറ്റവും പറഞ്ഞിട്ട് ഫോണും നോക്കി കുറച്ച് നേരം മയിലില്ല നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ടും തട്ടി അങ്ങനെ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് സമയവും കാര്യങ്ങളൊന്നും പോകണില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം യൂട്യൂബിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ആളുടെ നിന്നിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ കിട്ടുന്നതിന് ഒരു പരിധിയില്ല. ചവിട്ടും കുത്തും ആട്ടും തുപ്പും എല്ലാം കിട്ടി. നല്ല വയറ് നിറച്ചണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അതണ്ട് മടുത്തു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കുത്തിപ്പിടിച്ച് പിന്നെയും കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോയേക്കാന്ന് വിചാരിച്ചപ്പോൾ ആൾ വരുന്നുണ്ടോയെന്ന് വെച്ചപ്പോൾ ആൾക്ക് മുട്ടായി കിട്ടിയാൽ മാത്രമേ വരുള്ളൂ. എന്നാൽ പിന്നെ മുട്ടായി വാങ്ങിക്കൊടുത്തേക്കാന്ന് കഴിഞ്ഞിട്ട് ആളെയും കൂട്ടി പുറത്തിറങ്ങി. ചൂടെന്നൊക്കെ പറഞ്ഞാൽ പേരും ചൂട്. വണ്ടിമേലോട്ട് കണ്ട് കയറി ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഉച്ച മുതൽ പിന്നാമ്പറം വരെ പൊള്ളുന്ന ചൂടാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാണെങ്കിലും ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞ പേരും വിശപ്പ്. രാവിലെ അവലും പഴമൊക്കെ കുത്തിക്കയറ്റി. എന്നിട്ട് ഇത്രയും വിശപ്പ് എങ്ങനെ വന്നൊന്നൊരു പിടിയില്ല. ചൂട് കാരണം സാധാരണ വിശപ്പ് കുറയാറാണ് പതിവ്. ഇത് നല്ല വിശപ്പ്. എന്നാൽ പിന്നെ ഒരു വട്ടയും ചായ അടിച്ച്. അപ്പോൾ ആൾക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ആൾക്കാണെങ്കിലും ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ദോശയും വാങ്ങിക്കൊടുത്ത്. അപ്പോൾ അവളുടെ നാട്ടിലാണെങ്കിൽ കുഞ്ഞ് ദോശ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു, ഈ റോസ്റ്റൊക്കെ. ഇതാണെങ്കിൽ വലുതാണെന്നും പറഞ്ഞു അതിന് കുറച്ച് നേരം പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതും കഴിച്ച് എങ്ങനെയൊക്കെയോ കഴിച്ച് കയറ്റി. തിന്നത്തില്ല എന്നൊക്കെ ഞാനും വിചാരിച്ചു. ആള് നല്ല തട്ടാണ്. നല്ല തട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര തട്ട് ഫുള്ള് അടിച്ച് കയറ്റി. രാവിലത്തെ അവലും പഴത്തിൻ്റെയൊക്കെ ദഹിച്ച് പോയെന്ന് തോന്നുന്നുണ്ട്. ഇതേപോലെയൊക്കെ കഴിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നേരെ പച്ചക്കറി കടയിലോട്ട് കയറി. പിന്നെ കൂടുതലൊന്നും വാങ്ങാനൊന്നുമില്ല, കുറച്ച് പയർ വാങ്ങാനുള്ളൂ. നമുക്ക് രാത്രിത്തേക്കുള്ള മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് പയർ വാങ്ങണമായിരുന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന വലിയൊരു കുമ്പളങ്ങ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സംശയം. വലുതായതുകൊണ്ട് എന്താ ഇത്ര വലുപ്പം വെച്ചെന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ട് കുമ്പളങ്ങിക്ക് മന്ത് വന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു. പിന്നെ വീട്ടിലെത്തിപ്പോൾ ഒരു സാധനം കൂടി വാങ്ങാൻ മറന്നു. എന്നാൽ പിന്നെ അത് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ആ വരുന്നു പിന്നെയും പുറകെ. ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്നൊക്കെ പറയില്ലേ, അതാണ് മുതൽ. പിന്നെ ആൾ പറഞ്ഞ മുട്ടായി വാങ്ങിക്കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ആൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കൈ പിടിച്ചിട്ട്. തരുന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാനും. എപ്പോട്ടെ നീട്ടൽ മാത്രമേ ഉള്ളൂ. നേരെ കൈ നീട്ടുമ്പോൾ തന്നെ പിന്നെയും തിരിച്ചു വാങ്ങും. നമുക്ക് കിട്ടുന്നൊന്നും ഒരു തോന്നലും ഇല്ല. പിന്നെ തരുമോ ഇല്ലയോ നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഏതോ ഒറ്റയ്ക്കണ്ട് തിരുന്ന് തിന്നുന്നല്ലേ, പൊതിയൊന്നും വിട്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലെന്ന് വിചാരിച്ച് അതുകൊണ്ട് തീരുമാനമാക്കി വിട്ട്. ആളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പൊട്ടിക്കുമ്പോൾ തരുന്നു വിചാരിച്ചിരുന്നു. എവിടെ തരുന്നു, ഒരു തരലും ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർത്ത് നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കി. പിന്നെ വൈഫിന് നേരെ ഫുഡ് കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു. ആൾക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് നേരെ വിട്ടു പിന്നെ ഡ്യൂട്ടിക്ക്. ചൂടാണെങ്കിൽ രാവിലെ ഇറങ്ങിയതിനെക്കാട്ടിലും ചൂട്. വെയിലെന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, ഉദിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊക്കെ മറ്റേ പോക്കഞ്ഞാണ് പോകുന്നത്. പിന്നെ നേരെ കോട്ടിട്ട് ഡ്യൂട്ടിക്കാണ്ട് കയറി. അപ്പോൾ ഓക്കെ ബൈ.